ഇടതുപക്ഷ മുന്നണിയുടെ ഗ്രാഫ് 1957 തൊട്ടെടുത്താൽ EMS ജയിക്കുമ്പോൾ ഇടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ തൊട്ടെടുത്താൽ ഗ്രാഫ്, പോപ്പുലാരിറ്റി ഗ്രാഫ്, ജനങ്ങളുടെ ഗ്രാഫ് ഏറ്റവും കൂടുതൽ ഉയർന്ന സന്ദർഭം എന്ന് പറയുന്നത് ആദ്യകാലം ഭൂപരിഷ്കരണങ്ങളിൽ നടപ്പാക്കിയപ്പോഴൊക്കെ ഉണ്ടാകാം. അതിനേക്കാൾ കൂടുതലായിട്ട് ഉയർന്നത് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മൂന്നാർ കുടിയൊഴിപ്പിക്കലിൻ്റെ സമയത്താണ്. മൂന്നാറല്ലേ, ഹൈറേഞ്ചിലെ കുടിയൊഴിപ്പിക്കലിൻ്റെ സമയത്താണ്. അവർ 3 cats, 3 പൂച്ചകളെന്നാണ് പറഞ്ഞിരുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരുടെ തിളക്കത്തിലാണ് അച്യുതാനന്ദൻ ഒരു ഹീറോ ആയിട്ട് മാറിയത്. ആ ഉദ്യോഗസ്ഥന്മാരുടെ പേര് ഓർക്കുന്നുണ്ടാവും. ഒന്ന് സുരേഷ് കുമാർ, പണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അച്യുതാനന്ദനെ കുറിച്ച്. 2 ഋഷിരാജ് സിംഗ്, 3 രാജീവ് നാരായണ സ്വാമി. ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനും മറ്റൊരു 2 റവന്യൂ സർവീസിലുണ്ടായിരുന്നവരാണ്. ഇവരുടെ വിട്ടുവീഴ്ചയില്ലാത്ത നീതിബോധമാണ് കുടിയൊഴിപ്പിക്കലുമായി അച്യുതാനന്ദനെ മുന്നോട്ട് പോകാൻ സഹായത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് അച്യുതാനന്ദനും അവരോടൊപ്പം തോളുകയാണ്. പക്ഷെ ഇത് ചെന്ന് അവസാനം വമ്പന്മാരുടെ വസ്തുവിലേക്ക് ഇത് തൊടുന്നായപ്പോൾ കയ്യേറുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ CPIയുടെ ഓഫീസർ മെയിനായിട്ടൊന്ന്, പിന്നെ ഇവിടുത്തെ ഹൈക്കോടതിയിലെ പ്രമുഖരായ 2-3 വക്കീലന്മാർ, എല്ലാ പാർട്ടിയിലും നിന്നുള്ള 2-3 വക്കീലന്മാർ, അവരുടെ അവിടുത്തെ കൈകേറിയ സ്ഥലങ്ങൾ, സിനിമാ ഫീൽഡിലുള്ളവരുടെ സ്ഥലങ്ങൾ, ഇത്തരം സ്ഥലങ്ങൾ ഒഴിപ്പിക്കലിൻ്റെ പരിധിയിലേക്ക് വന്നപ്പം ഇതിനെ അട്ടിമറിക്കാൻ തീരുമാനിച്ചു. അവിടെ തൊട്ട് കോടതി എങ്ങനെയാണ് പിന്നീടുള്ള കോടതിയുടെ സമീപനത്തിൽ പോലും വ്യത്യാസം വന്നതായിട്ട് കാണാം. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ആ ഉദ്യോഗസ്ഥന്മാരുടെ നല്ല പ്രവൃത്തി കൊണ്ട് ആണ് ആര് പേരെടുത്തത്? VS പേരെടുത്തത്. ആ VSനെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ട് VS ഒരു താരം കൂടെയായി. ഈ മൂന്നാർ കേസ് അട്ടിമറിച്ചത് കൊണ്ട് അട്ടിമറിക്കാൻ ഇവർ ശ്രമിച്ചാല് ഈ പാർട്ടി CPIയും കോൺഗ്രസും എല്ലാ കൂട്ടത്തിൽ കൂടി ഇവരെല്ലാം കൂടെ ശ്രമിച്ചതുകൊണ്ട് അച്യുതാനന്ദൻ ഹീറോ ആയി. അതാണ് ഇപ്പോഴും അച്യുതാനന്ദൻ ആ വില എല്ലാവരും കൊടുക്കുന്നത്. അതുപോലെ തന്നെ സമാനമാണ് ഈ 2 ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം. പിണറായി വിജയൻ നേരെ മറിച്ച ചെയ്ത് അത്തരം ആദ്യകാലത്ത് ഇവരെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഇവരെ കൂടെ കൊണ്ടു നടക്കുന്ന അപകടം ചെയ്യും, സ്വന്തം അപകടം വരുമെന്ന് മനസ്സിലായപ്പോൾ പിണറായി വിജയൻ ഇവരെ സൗകര്യത്തോടെ ഒഴിഞ്ഞു.